എപ്സ്റ്റീൻ ഫയൽ ഇത് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാൻ പറ്റുന്നത്. ഈ എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അത് കയറി കണ്ട് ആ വെബ്സൈറ്റിൽ കയറി കണ്ടില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അത് കാണരുത് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾക്ക് നേരെ ഒന്ന് ഫുഡ് കഴിക്കാനോ കിടന്നുറങ്ങാനോ വരെ പറ്റൂല എന്നുള്ളതാണ്. എന്തിന് നമ്മുടെ മക്കളെ മുഖത്തോട് നോക്കുമ്പോൾ പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലോട് മിന്നി മറിഞ്ഞു പോകുമെന്നുള്ളതാണ്. കാരണം നമ്മളായിട്ട് നമ്മളുടെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കരുത് എന്നുള്ളതാണ്. ഈ എപ്സ്റ്റീൻ ഫയൽ വന്നതിന് പുറകെ നമ്മൾ ഇന്ത്യയിൽ കേട്ട കാര്യമാണ്, ഡൽഹിയിൽ മാത്രമായിട്ട് 800 അധികം ആളുകളെ കാണാണ്ടായി ഒരു മാസം കൊണ്ട്. 2026 ജാനുവരിയിൽ മാത്രം കാണാണ്ടായതിൻ്റെ കണക്കാണ് 800-ലധികം ആളുകൾ. അതിൽ 500-ലധികം സ്ത്രീകളും 100-ലധികം ചെറിയ ആൺകുട്ടികളുമാണ് കാണേണ്ടത്. ഇവരൊക്കെ എവിടെ പോയി ഒരു മാസം കൊണ്ട്? എന്ത് പറ്റി? ഇതിനൊന്നും ഗവൺമെന്റിനോ ആർക്കും ഒരു ഉത്തരവില്ല എന്നുള്ളതാണ്. പോലീസിനൊന്നും ഒരു ഉത്തരവില്ല അവരെവിടെ പോയെന്നോ എന്ത് പറ്റിയെന്നോ ഒന്നും. അതിൽ 200 സംതിങ്ങോ അല്ലെങ്കിൽ 100 സംതിങ് എന്തോ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ കണക്കിലുള്ളത് മാത്രമാണ് ഈ 800 സംതിങ് വരുന്നത്. കണക്കിൽ പെടാത്ത എത്ര ആളുകൾ, അല്ലെങ്കിൽ എത്ര കുട്ടികളെ, എത്ര സ്ത്രീകളെ കാണാണ്ടായിട്ടുണ്ടാവും? ഇവരൊക്കെ എവിടെ പോയി? ഈ എപ്സ്റ്റീൻ്റെ ഇതൊക്കെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും, നമ്മളെ മനസ്സമാധാനം നഷ്ടപ്പെടും. ചെറിയ മക്കളോട് ചെയ്യുന്ന ക്രൂരതകൾ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഫുഡ് തൊണ്ടയിൽ നിന്ന് താഴോട്ടിറങ്ങാത്തൊരവസ്ഥ എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾക്ക് ചേരുന്നുള്ളതാണ്. ഈ വേൾഡ് തന്നെ നിയന്ത്രിക്കാൻ പാകത്തിലുള്ള ആളുകളാണ് ഈ എപ്സ്റ്റീൻ്റെ ഫയലിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും ഈ ഫയൽ നമ്മളുടെ മുമ്പിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇത് എത്രത്തോളം ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുമ്പിലോട്ട് എത്തിയിട്ടുണ്ടാവുക. അപ്പം ഇതിൻ്റെ ഡാർക്ക് സൈഡ്, ഇതിൻ്റെ ഏറ്റവും ഭീകരമായ സൈഡ് ഒരിക്കലും ജനങ്ങൾക്ക് മുമ്പിൽ അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ആ ഡാർക്ക് സൈഡിൽ ഉണ്ടാവുക? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നമ്മളുടെ മനസ്സമാധാനം ഇല്ലാണ്ടാവും. ഞാൻ ഇപ്പോഴും പറയുന്നത്, ആ ഫയലിനെ കുറിച്ച് അറിയാത്തവർ, അല്ലെങ്കിൽ അത് കയറി കാണാത്തവർ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകാത്തവർ പോകാതിരിക്കുക. കാരണം നമ്മുടെ മനസ്സമാധാനം നമ്മളായിട്ട് കളയാണ്ടിരിക്കുക എന്നുള്ളതാണ്.